നീലക്കണ്ണുകളും നീണ്ട ചുരുണ്ട തവിട്ടുനിറമുള്ള മുടിയുമുള്ള സോഫിയ രാജകുമാരി അവളുടെ ആകർഷകമായ സൗന്ദര്യത്തിൽ പ്രശസ്തയായിരുന്നു. ദൂരദിക്കുകളിൽ നിന്നുമുള്ള രാജാക്കന്മാർ അവളുമായി വിവാഹബന്ധം തേടാൻ വന്നിരുന്നു. എന്നാൽ രാജാവിന് തികഞ്ഞ ഇണയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി മത്സരങ്ങൾക്കൊടുവിൽ മാർക്കോസിനെ രാജാവ് തിരഞ്ഞെടുത്തു. സത്യത്തിൽ അവനെ കണ്ടതും അവളുടെ മുഖം മങ്ങി. അവനെക്കാളും സുന്ദരന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത്? സോഫിയ രാജാവിനോട് ചോദിച്ചു. രാജാവ് പുഞ്ചിരിച്ചു. യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രാജാവ് ചോദിച്ചു. മറുപടി പറയുന്നതിന് മുമ്പ് സോഫിയ ഒരു നിമിഷം ആലോചിച്ചു. സുന്ദരമായ മുഖവും നല്ല ശരീരവും ഉള്ളതിനെക്കുറിച്ചാണ് എന്ന് ഞാൻ കരുതുന്നു, അവൾ മടിയോടെ പറഞ്ഞു. രാജാവ് ചിരിച്ചു. ഇല്ല എന്റെ പ്രിയേ, യഥാർത്ഥ സൗന്ദര്യം വെറും ശാരീരിക രൂപമല്ല, മറിച്ച് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും സൗന്ദര്യമാണ്. സോഫിയ അമ്പരപ്പോടെ നോക്കി. എനിക്ക് മനസ്സിലാകുന്നില്ല, അവൾ പറഞ്ഞു. രാജാവിന്റെ കണ്ണുകൾ തിളങ്ങി. നിങ്ങൾ ഒരാളെ നോക്കുമ്പോൾ അവരുടെ മുഖം മാത്രം കാണരുത്, അവരുടെ ഹൃദയം, മനസ്സ്, പ്രവൃത്തികൾ എന്നിവ കാണുക. അവിടെയാണ് യഥാർത്ഥ സൗന്ദര്യം കിടക്കുന്നത്. സോഫിയയുടെ ആകാംക്ഷ വർദ്ധിച്ചു. മാർക്കോസ് എങ്ങനെയുള്ള വ്യക്തിയാണ്? അവൾ ചോദിച്ചു. ഡൗൺലോഡ് ഷെയർചാറ്റ്. രാജാവ് പുഞ്ചിരിച്ചു. എന്റെ കൂടെ വരൂ, അയാൾ സോഫിയയെ അടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. അവർ നടക്കുമ്പോൾ രാജാവ് സോഫിയയോട് മത്സരങ്ങളെക്കുറിച്ച് പറഞ്ഞു. കുതിരസവാരി മത്സരത്തിൽ മാർക്കോസ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള വഴി തിരഞ്ഞെടുത്തു. സ്വന്തം വിജയ സാധ്യതയേക്കാൾ കുതിരയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി. സോഫിയയുടെ കണ്ണുകൾ വിടർന്നു. അത് അതിശയകരമാണ്, അവൾ പറഞ്ഞു. രാജാവ് തലയാട്ടി. ഒപ്പം നീന്തൽ മത്സരത്തിനിടെ മാർക്കോസ് ബുദ്ധിമുട്ടുന്ന ഒരു മത്സരാർത്ഥിയെ സഹായിച്ചു. അവരുടെ സുരക്ഷ തന്റെ സുരക്ഷയ്ക്ക് മുകളിൽ വെച്ചു. സോഫിയയുടെ ഹൃദയം പ്രശംസ കൊണ്ട് തുളുമ്പി. രാജാവ് തുടർന്നു. വാൾയുദ്ധത്തിൽ വഞ്ചിക്കാനുള്ള അവസരം നേരിട്ടപ്പോൾ പോലും മാർക്കോസ് ബഹുമാനത്തോടെയും സത്യസന്ധയോടെയും പോരാടാൻ തിരഞ്ഞെടുത്തു. സോഫിയ രാജാവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ അവളുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം തോന്നി. മാർക്കോസിന്റെ ആന്തരിക സൗന്ദര്യം ഏതൊരു ശരീരഭംഗിയെയും കടത്തിവെട്ടുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. കണ്ണുകൾ തിളങ്ങി അവൾ രാജാവിന്റെ നേരെ തിരിഞ്ഞു. എനിക്കിപ്പോൾ മനസ്സിലായി, യഥാർത്ഥ സൗന്ദര്യം തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിലും പ്രവൃത്തികളിലുമാണ്. രാജാവ് അഭിമാനത്താൽ ജ്വലിച്ചു. നീ ശരിക്കും ബുദ്ധിമതിയാണ്, രാജാവ് അവളോട് പറഞ്ഞു. അതോടെ സോഫിയയും മാർക്കോസും തമ്മിലുള്ള വിവാഹം രാജാവ് പ്രഖ്യാപിച്ചു. രണ്ട് മനോഹരമായ വ്യക്തികളുടെ സംഗമം ആഘോഷിച്ചു.